പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസത്തില് ഒരു വചനം നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്രയോ വചനങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ വെളിച്ചമായി മാറിയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവേ, അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാണ്. അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്നൊക്കെ വചനം പറയുന്നുണ്ട്. ഒറ്റ വചനം ഒരു ദിവസം എല്ലാവരും കൂടി ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തെ എത്രമാത്രം ബലപ്പെടുത്തിയാനേ. ആ വചനത്തിൻ്റെ കരുത്തിൽ എൻ്റെ കുടുംബം എത്രമാത്രം ബലത്തോടുകൂടെ തിന്മയ്ക്കെതിരായിട്ട് നിന്നാനേ എന്നാലോചിച്ചു നോക്ക്. പറഞ്ഞു വരുന്നത് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മാത്രമല്ല, അതിനേക്കാൾ മുകളിലായി സുവിശേഷം പറഞ്ഞു തരുന്നൊരു കുഞ്ഞു കാര്യം. സ്വർഗരാജ്യം ചെറിയൊരു കടുക് മണിക്ക് സദൃശ്യം. അത് ഏറ്റവും ചെറിയ വിത്താണ്, പക്ഷെ അതിൽ നിന്നുണ്ടാവുന്ന ഫലം വലിയൊരു ചെടിയായിട്ട് മാറുന്നു, ഒരുപാട് കിളികൾക്കൊക്കെ അഭയമായി മാറുന്നു എന്നൊക്കെ വചനം പറയും. കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒറ്റ വചനം ഒരു ദിവസം, ചെറിയ കാര്യമാണ്, പക്ഷെ അതിൻ്റെ ഫലം എത്രമാത്രമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ്. ഒരൊറ്റ മെഴുകുതിരി വെട്ടത്തിൽ 1000 പേരുടെ രോഗാവസ്ഥകൾ മാറ്റിക്കളയാനായി കഴിവുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ. ഇന്നും വിശുദ്ധ അൽഫോൻസാമയുടെ ആ ഒരു കബറിടത്തെങ്കിൽ മെഴുകുതിരികൾ അണയാറില്ല. വീട്ടിൽ കത്തിച്ച് ബാക്കി വന്ന മെഴുകുതിരിയുടെ കുറ്റിയൊക്കെ ആയിട്ട് വന്ന് പരീക്ഷയ്ക്ക് മുന്നേ ഈ കബറിടത്തെങ്കിൽ പ്രാർത്ഥിച്ചു പോയ മക്കള് അത്ഭുതപ്പെടുത്തുന്ന വിജയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അസ്വസ്ഥതകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും പലരും മോചിപ്പിക്കപ്പെടുന്നു. കുഞ്ഞു പ്രാർത്ഥനകള് എന്തൊരു ബലമാണ് അവരുടെ ജീവിതത്തിന് കൊടുത്തത്. ഈ കുഞ്ഞു കന്യാസ്ത്രീ വലുതായിട്ടൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല, പക്ഷേ ഓരോ ദിവസമുള്ള അവരുടെ പ്രാർത്ഥനകളുണ്ടല്ലോ. പറഞ്ഞതുപോലെ കർത്താവിൻ്റെ തിരുനടയിലെ കത്തിത്തീരാറായ മെഴുകുതിരി ഓരോന്ന് കൊണ്ടുവന്ന് കൊത്തിവെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട്. കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, ഈ ഒരു ദൈവരാജ്യം 3 ഇടങ്ങഴി മാവിലെ നിക്ഷേപിച്ച പുളിപ്പിന് സദൃശ്യം. ഏതാണ്ട് 23 കിലോളം വരും എന്നൊക്കെയാ പറയണേ എൻ്റെ കണക്കനുസരിച്ച്. ഈ മാവ് 3 ഇടങ്ങഴി, അത്രയും മാവ് പുളിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഒരു തരി പുളിപ്പ്, അതിങ്ങനെ അതിനെ എത്രമാത്രം വലുതാക്കി തീർക്കുന്നു എന്നാ പറയണേ. ചെറുതായിട്ട് കരുതരുത്. ഓരോ ദിവസത്തിലുള്ള നമ്മുടെ കുടുംബ പ്രാർത്ഥന അത്രയ്ക്ക് നിസ്സാര കാര്യമല്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ സുഹൃത ജപങ്ങൾ അത്ര നിസ്സാര കാര്യമല്ല. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് കുരിശ് വരപ്പിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഒരു ദിവസം ഒരു വചനം നമുക്ക് ഒരുമിച്ച് കാണാതെ പഠിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഒരു അരമണിക്കൂർ നേരം കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ല. കുടുംബത്തെ അതിങ്ങനെ ആകാശത്തോളം സ്വർഗത്തിൻ്റെ സന്തോഷത്തോളം ഉയർത്തുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പറ്റൂലേ നമുക്ക്? ഒറ്റടിക്ക് ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് പകരം, അങ്ങനെ കാത്തിരിക്കുന്നതിന് പകരം ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴിയായി എത്രയേറെ മാറ്റങ്ങളാണ് ജീവിതത്തിലും കുടുംബത്തിലും വരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഉറപ്പായിട്ടും ജീവിതം മാറുന്നേ. കുഞ്ഞുങ്ങൾ മാറും, നമ്മൾ മാറും, നമ്മുടെ ജീവിതം മാറും. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, ചെറിയ പ്രാർത്ഥനകൾ, വെറുതെ ഒന്നുമല്ല. ഈ സുഹൃതജപങ്ങൾ ഇത്രമാത്രം പവർഫുൾ ആണെന്ന് മഹാവിശുദ്ധന്മാരടക്കം പറഞ്ഞു വെച്ചിരിക്കണേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള സമയമായി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനം. സ്വർഗമിങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കൂടുകെട്ടാൻ കാരണമാകുന്ന കൊച്ചു കൊച്ചു നന്മകൾ, സ്വർഗത്തിൻ്റെ സന്തോഷവും സമാധാനവും നിറയാൻ കാരണമാകുന്ന ഒരിത്തിരി നേരം, 24 മണിക്കൂറിലെ ഒരിത്തിരി നേരമുള്ള കർത്താവിന് വേണ്ടിയിട്ടുള്ള മാറ്റിവെപ്പ്, ഒരുമിച്ചിരുന്നുള്ള
ഒരിത്തിരി നേരത്തെ സംഭാഷണങ്ങൾ, ഭക്ഷണം കഴിക്കൽ ചെറുതാണെന്ന് കരുതരുത്. അതിപ്പോൾ വലിയ കാര്യമാണോ? മക്കളോട് പറഞ്ഞു കൊടുക്കണം, അതേന്നേ ബാബ ഇവിടെ വന്നിരിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുപാട് നേരമൊന്നുമില്ല, ഈ സുഹൃദേവ് ഒന്ന് പഠിക്കുക, വെറുതെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പഠിക്കില്ലെന്ന് പറഞ്ഞ് പോകുന്നവന്മാരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, എപ്പോഴെങ്കിലും അത് ഇങ്ങനെ ബലം കൊടുക്കുകയും ചെയ്യും. പരസ്പരം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നന്മകൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് ബലപ്പെടുത്താനാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ തിരുമുൻപിൽ അത്രയ്ക്ക് താന്ന് എളിമയോടുകൂടെ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഈശോയെ, എൻ്റെ ആശ്രയമേ, കുഞ്ഞൊരു സുഹൃതമാണ് നമ്മുടെ ഈ പറഞ്ഞ കൊച്ചു കൊച്ചു നന്മകളുടെ ഒന്ന് ശീലിക്കാനായിട്ടുള്ള തുടക്കം ഇങ്ങനെയുള്ള സുഹൃത ജപങ്ങളിലൂടെ ആവട്ടെ. ഉള്ള നിറച്ച് ഇന്ന് ഈ പ്രാർത്ഥന പലവട്ടം ഉരുവിട്ടുകൊണ്ട് നമുക്ക് കിടക്കാനായി പോവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.